ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി ഇപ്പോൾ നടൻ ദുൽഖർ സൽമാന്റെ ഒരു കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കസ്റ്റംസ് അധികൃതർ. ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളും നേരത്തെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 11 വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നു. ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് അറിയിച്ച് സമൻസ് നൽകിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഒരു കാർ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പുറത്തുവന്നത്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 198 ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന് കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അധികൃതർ പരിശോധിച്ചു വരുന്നത്. വാഹന ഡീലർമാരിൽ നിന്നടക്കം ലഭിച്ച കണക്കുകളിലാണ് 198 വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്ന വിവരം കിട്ടിയത്. മുഴുവൻ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് കസ്റ്റംസ് നീക്കം. പരിശോധന തുടരുന്നതിനിടെ സംസ്ഥാനത്ത് നിന്ന് 20ഓളം ആഡംബര SUV വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമായി 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 7ഇടത്താണ് പരിശോധന നടക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും വാഹനം വാങ്ങിയെന്ന വിവരവും കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ട്. നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സെൻട്രൽ സിൽക്ക് ബോർഡ് മെമ്പർ സെക്രട്ടറി എന്നിവരാണ് വാഹനം വാങ്ങിയത്.